കരാറെടുക്കാം, പക്ഷേ പണി പൂർത്തിയാക്കാൻ പറ്റില്ല. കരാറുകാരൻ്റെ ഈ നിലപാടിൽ ദുരിതമനുഭവിക്കുന്നത് ഇടുക്കി ഉപ്പുതറ കണ്ണമ്പടി മുല്ല ഉന്നതിയിലെ ആളുകളാണ്. ഉന്നതിയിലേക്കുള്ള റോഡ് പണിയാൻ കരാർ ഏറ്റെടുത്ത് മാസങ്ങൾ കഴിഞ്ഞിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. ഒടുവിൽ പണി തുടങ്ങാത്തതിൽ പ്രതിഷേധിച്ച് ആദിവാസികൾ ഉപ്പുതറ പഞ്ചായത്ത് ഓഫീസ് ഉപരോധിക്കുന്ന അവസ്ഥ വരെ എത്തി. മുല്ല ആദിവാസി ഉന്നതിയിലെ ഊരുമൂപ്പന്റെ വാക്കുകൾ ഇങ്ങനെയാണ്. ഉന്നതി എന്നാൽ പുരോഗതി എന്ന അർത്ഥം കൂടിയുണ്ട്. ഒരു നാടിന്റെ പുരോഗതിക്ക് ഏറ്റവും അത്യാവശ്യ ഘടകം എന്ന് പറയുന്നത് ഒരു നല്ല റോഡാണ്. മുല്ല ആദിവാസി ഉന്നതിയിലേക്ക് അതില്ല. കണ്ണമ്പടി മുല്ല ഉന്നതിയിലെ താമസക്കാർക്ക് പുറം ലോകത്തേക്ക് എത്താനുള്ള പ്രധാന റോഡിന്റെ അവസ്ഥ കാലങ്ങളായി ഇങ്ങനെയാണ്. ഓഫ് റോഡ് ജീപ്പ് പോലും അതിസാഹസികമായാണ് ഓടുന്നത്. 25-ലേറെ കുടുംബങ്ങൾ താമസിക്കുന്ന ഉന്നതി. കിഴുകാനം മുതൽ മുല്ല വരെയുള്ള റോഡാണ് സഞ്ചാരയോഗ്യമല്ലാത്തത്. സ്കൂൾ കുട്ടികളും മറ്റ് സ്ഥലങ്ങളിൽ കൂലിപ്പണിക്ക് പോകുന്നവരും ഉൾപ്പെടെ വർഷങ്ങളായി ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. റോഡില്ലാത്തതുകൊണ്ട് ഉള്ള ബുദ്ധിമുട്ട്, ഗോത്രസാരഥി വണ്ടി കയറി വന്ന് സ്കൂൾ കുട്ടികളെ കൊണ്ടുപോകാൻ മേലാത്ത സാഹചര്യം. 1/2 കിലോമീറ്ററോളം നടന്നുപോയി വേണം 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി പോലും ഗോത്രസാരഥി പദ്ധതി വണ്ടിയിൽ കയറി സ്കൂളിലെത്താൻ. അതോടൊപ്പം തന്നെ റേഷനരി വാങ്ങിക്കഴിഞ്ഞാൽ 300 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങളുടെ ആ ഉന്നതിയിലേക്കുള്ള വീടുകളിൽ ഈ റേഷനരി ടാക്സി കൂലി കൊടുത്ത് എത്താൻ പറ്റുകയുള്ളൂ. പ്രായാധിക്യം ചെന്ന അമ്മച്ചിമാർ, അച്ഛന്മാർ അവരെയൊക്കെ ആശുപത്രിയിൽ എത്തിക്കുന്നതിന് വേണ്ടി ചാക്കിൽ കെട്ടിയൊക്കെയാണ് കൊണ്ടുപോകേണ്ട സാഹചര്യമാണ് ഇപ്പം നിലനിൽക്കുന്നത്. റോഡ് പണി പൂർത്തീകരിച്ച് തരുന്ന തരത്തിലുള്ളൊരു തീരുമാനം അധികാരികളിൽ നിന്ന് കിട്ടാതെ ഉപ്പുതറ പഞ്ചായത്തിന്റെ പടിക്കൽ നിന്നും മടങ്ങിപ്പോകുവാൻ ഉദ്ദേശിക്കുന്നില്ല. മുല്ലയിലെ യാത്രാക്ലേശം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ഊരുകൂട്ടം പലതവണ അധികൃതർക്ക് നിവേദനം നൽകി. തുടർന്ന് കഴിഞ്ഞ വർഷം 250 മീറ്റർ ദൂരം കോൺക്രീറ്റ് ചെയ്യാൻ ജില്ലാ പഞ്ചായത്ത് അംഗം ആശ ആന്റണി 15 ലക്ഷം രൂപ അനുവദിച്ചു. നടപടികൾ പൂർത്തിയാക്കി കഴിഞ്ഞ ഏപ്രിൽ മാസം കരാറും ഒപ്പിട്ടു. എന്നാൽ പലതവണ ആവശ്യപ്പെട്ടിട്ടും പണി തുടങ്ങാൻ കരാറുകാരൻ തയ്യാറായിട്ടില്ല. ഞങ്ങൾ 50 വർഷമായി അവിടെ താമസമായിട്ട്. ഞങ്ങൾക്കൊരു ആശുപത്രി പോകുന്നതിന് തന്നെ ഒരു വണ്ടി ജീപ്പ് പോലും കയറി വരികയില്ല, ഓട്ടോ ഒട്ടും വരികയില്ല. ഞങ്ങൾ ചാക്കുകെട്ടിലുണ്ടാക്കി അത് ചുമന്ന കിഴുകാനം കൊണ്ടിരുന്നത്. അന്നത്തെ ചിലപ്പോൾ ആൾ തട്ടിപ്പോയെന്നും വരും. അങ്ങനെയുള്ള അവസ്ഥയാണ് ഞങ്ങൾക്ക്. വാക്കുകളും ഉറപ്പുകളും കേട്ട് ആളുകൾ മടുത്തു. ഈ വേനൽ കഴിയുന്നതിന് മുൻപെങ്കിലും റോഡ് പണി പൂർത്തിയാക്കണമെന്നാണ് ആവശ്യം. ഇതേ തുടർന്നാണ് ഉന്നതിയിലെ സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർ ഉപ്പുതറ പഞ്ചായത്തിലെത്തി അസിസ്റ്റന്റ് എഞ്ചിനീയർ ഓഫീസ് ഉപരോധിച്ചത്. ഞങ്ങളുടെ മേഖലയുടെ കരാറുകാരനെ നോട്ടീസ് നൽകി വിളിച്ചു വരുത്തി പണി എത്രയും വേഗം പൂർത്തിയാക്കാൻ നിർദ്ദേശം നൽകുമെന്ന് ജില്ലാ പഞ്ചായത്ത് അംഗം ടോണി തോമസും അതുപോലെ ഉപ്പുതറ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീല രാജനും പറഞ്ഞിട്ടുണ്ട്. ആ പണികൾ എത്രയും വേഗം നടക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താനുള്ള നടപടി കൂടെ ഇവരുടെ ഭാഗത്തു നിന്നുണ്ടാകണം. കാരണം മുല്ല ഉന്നതിയിലേക്കുള്ള റോഡിന് ഇനിയും കാലതാമസം ഉണ്ടാകാൻ പാടില്ല. സുമിത്തിനൊപ്പം രാഹുൽ വിജയൻ, 24 ഇടുക്കി. പൊതുജനം കഴുതയല്ല സാർ. രഞ്ജികുമാർ പറയുന്നു, ഞാനും 24ന്റെ സ്ഥിരം പ്രേക്ഷകനാണ്, നമ്മുടെ മെസ്സേജ് ഒന്നും വായിക്കില്ല അല്ലേ എന്ന്. ഇതായ മെസ്സേജ് വായിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. മറ്റ് നിരവധി പ്രേക്ഷകർ ഇപ്പോൾ അല്പം മുമ്പ് സംപ്രേഷണം ചെയ്ത ഇടുക്കി ഉപ്പുതറ കണ്ണമ്പടി മുല്ല ഉന്നതിയിലെ ആ റോഡില്ലാത്ത വിഷയത്തെ സംബന്ധിച്ച് പ്രതികരിക്കുന്നുണ്ട്. രവികുമാർ പറയുന്നുണ്ട്, ഈ വാർത്ത ശ്രദ്ധയിൽപ്പെട്ട് സർക്കാർ അവിടുത്തെ റോഡ് നിർമ്മിക്കട്ടെ, ഇല്ലെങ്കിൽ ഒരിക്കൽ കൂടി 24 ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യണമെന്ന്. മാൽക്കം ഗോമസ് പറയുന്നു, പിന്നെന്ത് വികസനമാണ് സർക്കാർ നടത്തിയെന്ന് അവകാശപ്പെടുന്നത്? അവരെങ്ങനെ രോഗികളെ ആശുപത്രിയിൽ കൊണ്ടുപോകും? കഷ്ടമാണ് എന്ന കാര്യം. അങ്ങനെ നിരവധി പ്രേക്ഷകർ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുന്നുണ്ട്. സുധീഷ് എം പറയുന്നു, വികസനം വെള്ളത്തിലെ ജലരേഖ പോലെയാണ് എന്ന്. ആ നിലയിലുള്ള പ്രതികരണങ്ങളാണ് പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്ന് വരുന്നത്. ഇക്കാര്യത്തിൽ അടിയന്തര നടപടി സർക്കാരും അവിടുത്തെ തദ്ദേശ ഭരണ സ്ഥാപനവും സ്വീകരിക്കണം. ജനങ്ങളുടെ ഈ ദുരിതമകറ്റാനുള്ള നടപടികൾ സ്വീകരിക്കണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.